ആർ അനന്തകൃഷ്ണൻ ഇപ്പോൾ അവിടുന്ന് ചേരുന്നുണ്ട്. അനന്ത, മാർഷൽ, ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളായ ഡിവൈഎസ്പി റാസിദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇതിപ്പം വധശിക്ഷയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ, ഇത് ഫ്രെയിം ചെയ്യുന്ന ഘട്ടത്തിൽ, തെളിവുകൾ ഓരോന്നായി കണ്ടെടുക്കുന്ന സമയത്ത് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് പോകുന്ന കേസാണെന്ന് തോന്നിയിരുന്നു. നല്ലൊരു പണിഷ്മെന്റ് കിട്ടാവുന്ന ഒരു കേസാണെന്ന് തോന്നിയിരുന്നു. പക്ഷേ ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് പോകുമെന്ന് നമ്മൾ കരുതിയിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇതിന് മാക്സിമം പണിഷ്മെന്റ് കിട്ടുന്നതിന് വേണ്ടിയുള്ള തെളിവുകളാണ് നമ്മൾ നിരത്തിയിരുന്നത്. കാരണം ഇതിനകത്ത് കുട്ടിയുടെ പ്രായം പരിഗണിക്കും എന്നുള്ള രീതിയിലുള്ളൊരു ഇൻഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കോടതി അതിനെ വേറൊരു രീതിയിലാണ് കണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം വ്യക്തിമിൻ്റെയും പ്രതിയുടെയും പ്രായം ഒന്ന് തന്നെയാണ്. അപ്പോൾ രണ്ടുപേർക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അവകാശം ഉണ്ട് എന്ന് കോടതി കണ്ടു. അത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആസ്പെക്ട് ആയി. മരിച്ചയാളുടെ പ്രായം കൂടി കോടതി പരിഗണിച്ചു. തീർച്ചയായിട്ടും മരിച്ച ആളിനും ജീവിക്കാനുള്ള അവകാശമുണ്ട്, കൊല ചെയ്ത ആളിനും ജീവിക്കാനുണ്ട്. അപ്പോൾ പ്രതിഭാഗം ബാധിച്ചത് ശരിയായ രീതിയിലല്ല. കാര്യം അത് കോടതി മുഖവിലേക്ക് എടുത്തില്ല. കാര്യം ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള കാര്യവും കോടതി എടുത്തില്ല. കാരണം നിരന്തരം കൊലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് അത് കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് പറ്റി. തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഇതിനകത്ത് നേരത്തെയും പ്രതി ഈ കുട്ടിയെ ഈ പയ്യനെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് അത് ഈ ചാർജിലൂടെ നമ്മൾ ഹാജരാക്കിയിരുന്നു. പക്ഷേ അതും കോടതി വ്യക്തമായി മനസ്സിലായി. കാരണം ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട്, ഇങ്ങനെ പ്രീവിയസ് ഇൻസിഡന്റ് ഉണ്ട്, ആന്റിസിഡന്റ് ഉണ്ട്. അത് മനസ്സിലാക്കിയാണ് കോടതി മാക്സിമം ശിക്ഷ. അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയത് ഏത് എലമെന്റാണ് ഈ കേസിൽ? അപൂർവമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്ക് ഈ കേസിലേക്ക് ഈ കുട്ടിയുടെ പ്രീവിയസ് ഇൻസിഡന്റും ഈ പയ്യനെ നിരന്തരം സ്നേഹിച്ച് അവസാന മരണം വരെ ഈ പയ്യനെ സ്നേഹത്തിന്റെ ഭാവത്തിൽ നടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കുട്ടിക്കെതിരെയുള്ള തെളിവുകൾ ഇയാളുടെ കയ്യിൽ തന്നെ ഞാൻ കോടതി പറഞ്ഞല്ലോ, ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് ഇയാളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അത് നമുക്ക് റിട്രീവ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചു എന്നതാണ് വിജയം. ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ്. അന്വേഷണ ഘട്ടത്തിലൊക്കെ ഗ്രീഷ്മ നിങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ ഗ്രീഷ്മയുടെ ഒരു നിലപാട് എന്തായിരുന്നു? ഇങ്ങനൊരു ശിക്ഷാവിധി അവൾ എപ്പോഴെങ്കിലും അന്വേഷണ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നോ, അതോ ഇതിനങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നു? അങ്ങനെയല്ല, അയാൾക്ക് കുറ്റം ചെയ്തു എന്നൊരു തോന്നൽ അയാൾക്കുണ്ടായിരുന്നു. പക്ഷേ ശിക്ഷ കിട്ടുമെന്ന് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഇങ്ങനൊരു ശിക്ഷയെ പറ്റി എനിക്കറിയില്ല, അതിനെപ്പറ്റി കമ്പനി എനിക്ക് പറ്റില്ല. തീർച്ചയായിട്ടും അന്വേഷണ സമയത്തുള്ള കാര്യങ്ങളാണ് ഡിവൈഎസ്പി റാസിദ് നമ്മളോട് സംസാരിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥർ സുൽഫിക്കർ സാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, നേരത്തെ പറഞ്ഞിരുന്നു, അപ്പം ഇപ്പോൾ ഈ ഒരു ശിക്ഷ അത് സമൂഹത്തിന് സന്ദേശം നൽകുന്നതാണോ? അങ്ങയുടെ ഔദ്യോഗിക ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ശിക്ഷാവിധിയെ കാണുന്നത്? തീർച്ചയായിട്ടും ഈ ശിക്ഷാവിധി സമൂഹത്തിനൊരു മികച്ച സന്ദേശം നൽകുന്നുണ്ട്. അതുപോലെ എല്ലാ കാമിതാക്കൾക്കുമുള്ള ഒരു സന്ദേശമാണ്. നമുക്ക് പ്രേമത്തിൽ നിന്ന് മാറാം, പക്ഷേ കൊല ചെയ്തുകൊണ്ട് ഉള്ള ഒരു മാറ്റം ആവരുത് എന്നുള്ളതാണ്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഏതൊരു കേസ് അല്ലെങ്കിൽ ഏതൊരു കുറ്റകൃത്യവും ശിക്ഷിക്കാൻ തക്കവണ്ണമുള്ള ഒരു എവിഡൻസ് ദൈവം അവിടെ ഇട്ടിട്ടുണ്ടാകും. ഏത് ക്രൈം പ്ലാൻ ചെയ്യുന്നവരോടും എനിക്ക് പറയാനുള്ള അതേ ഉള്ളൂ. നിങ്ങൾ ഈ കേസിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് ഏതായിരുന്നു? ഈ കേസിലെ ദൈവത്തിന്റെ കയ്യൊപ്പ് ജ്യൂസ് ചലഞ്ച് നടത്തിയ വേളയിൽ ഗ്രീഷ്മ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടും ഷാരോൺ രാജ് അത് വീഡിയോ റെക്കോർഡ് ചെയ്തത് ഈ കേസിലെ ദൈവത്തിന്റെ കയ്യൊപ്പായിട്ട് ഞങ്ങൾ കാണും. അങ്ങയുടെ ഔദ്യോഗിക ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രതിക്ക് വധശിക്ഷ ലഭിക്കുന്നത്? തീർച്ചയായിട്ടും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇത്രയും പ്രമാദമായ ഒരു കേസ് ഉണ്ടാവുകയും അതിൽ വധശിക്ഷ വിധിക്കുകയും ചെയ്തത് ആദ്യമായിട്ടാണ്. അതിൽ എനിക്ക് ഒരു പോലീസ് സേനയിൽ അംഗമെന്നുള്ളതിൽ വളരെ സന്തോഷം. ഇതിനെ വായിച്ചു തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഭാഗത്ത് കോടതി പറഞ്ഞത് കേരള പോലീസിന് അഭിനന്ദനങ്ങൾ എന്നാണ്. സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസിൽ അതിനെ കൊറാബറേറ്റ് ചെയ്യാവുന്ന ഡിജിറ്റൽ മെഡിക്കൽ എവിഡൻസ് കൂടി ഹാജരാക്കിയതാകും ആ ഒരു അഭിനന്ദനത്തിന് കാരണം. തീർച്ചയായിട്ടും. തന്നെയുമല്ല, ഈ കേസ് ഇത്രയും മെച്ചപ്പെട്ട രീതിയിൽ വരാൻ ഉണ്ടായ സാഹചര്യം കൂടി ഒന്ന് പറയുന്നതല്ലായിരിക്കും. അന്നത്തെ ADGP ആയിരുന്ന ശ്രീ അജിസാർ മുതൽ DIG ആയിരുന്ന ശ്രീമതി ശാന്തിനി മാഡം, പിന്നെ ശില്പ മാഡം, ഇവരുടെയൊക്കെ ഫലപ്രദമായ ഒരു മോണിറ്ററിങ് ഈ കേസിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് അന്വേഷണം അവസാനിപ്പിക്കുന്നത് വരെയല്ല, ട്രയൽ തീരുന്നത് വരെയുള്ള മോണിറ്ററിങ് ഉണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ള, ഒരു കേസ് അന്വേഷണം ചാർജ് കൊടുക്കുന്നതോടുകൂടി അവസാനിക്കുന്നില്ല, അത് തുടങ്ങുകയാണ്. ട്രയൽ നമ്മൾ എങ്ങനെ മോണിറ്റർ ചെയ്യും, അല്ലെങ്കിൽ എത്ര ശുഷ്കാന്തിയോടുകൂടി പോലീസ് ട്രയലിനെ ഫോളോ ചെയ്യൂ എങ്കിൽ നിരവധി ശിക്ഷകൾ ഇത്തരത്തിലുണ്ടാകും എന്നാണ് എനിക്ക് പറയുന്നത്. മാതൃഭൂമി ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ കൂടി. സന്തോഷത്തോടെ. തീർച്ചയായിട്ടും അത് തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ആ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള
തെളിവ് ഏതായിരുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. അത് തന്നെയാണ് എസ് പി സുൾഫിക്കർ കൂടി പറയുന്നത്. അത് ആ ജ്യൂസ് ചലഞ്ചാണ്, അത് മറ്റൊന്നുമല്ല, ആ ജ്യൂസ് ചലഞ്ച് തന്നെയാണ്. ആ ജ്യൂസ് ചലഞ്ച് ഷാരോൺ റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ച ആ ഒരു തീരുമാനം, അതാണ് ഈ കേസിൽ ഒരുപക്ഷെ അന്ന് തന്നെ ഒരു നിയോഗം പോലെ അല്ലെങ്കിൽ ഒരു മുൻവിധി പോലെ അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ പോലെ ഷാരോൺ അത് റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചത് അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായിരുന്നു. ആ ജ്യൂസ് ശരിയാണ്. എന്തായാലും വളരെ കൃത്യമായ തെളിവുകൾ, സാഹചര്യ തെളിവുകളൊക്കെ കൃത്യമായി കോർത്തിണക്കിക്കൊണ്ട് പോലീസ് ആ കുറ്റപത്രം സമർപ്പിക്കുന്നു. അത് വാദങ്ങൾ നടക്കുന്നു, കോടതിക്ക് കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു. അങ്ങനെ കോടതി നിർണായകമായ ശിക്ഷാവിധിയിലേക്ക് എത്തുകയാണ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നത്. കാരണം സാഹചര്യ തെളിവുകളുടെ അഭാവത്തിൽ പോലും ശാസ്ത്രീയമായ തെളിവുകളിലൂടെ അന്വേഷണം അവസാനിപ്പിക്കുകയും അങ്ങനെ കുറ്റപത്രം നൽകാനും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടത്.